ഞാനിപ്പോഴുള്ളത് മുത്തപ്പമ്പുഴയിലാണ്. മുത്തപ്പമ്പുഴയിലെ ആനക്കാമ്പയിൽ തുരങ്കപാതയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മുത്തപ്പമ്പുഴയിലെ അങ്ങാടിയോട് ചേർന്നുള്ള മുത്തപ്പമ്പുഴ പള്ളിയുടെ അടുത്താണ് ഞാനുള്ളത്. ഈ പള്ളി ഒരു കൊടയുടെ തീരത്തായതുകൊണ്ട് സ്വാഭാവികമായും അതിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് വെള്ളം കയറി നശിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ആരാധന നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകിച്ചുകൊണ്ട് യാത്രക്കാരായ ആളുകൾക്ക് ആരാധനയ്ക്ക് സൗകര്യപ്രദമാകുന്ന വിധത്തിലുള്ള ഈ പള്ളി ഏത് നിമിഷവും വീഴാവുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്നലെ മഴ പെയ്തപ്പോൾ വെള്ളം അടിച്ചു കയറുകയും പള്ളിയിലേക്ക് വരെ വെള്ളം കയറുകയും പള്ളിയുടെ അടിത്തറ ഇളകുകയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ ഇക്കാര്യത്തിൽ ആവശ്യമായ പ്രിക്കോഷൻ നടത്താതെയാണ് ഈ വർക്ക് ഇവിടെ നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ജൂൺ മാസമാണ്, മഴയുണ്ടാകും, വെള്ളമുണ്ടാകും. പുഴയുടെ തീരത്താകുന്ന സമയത്ത് സ്വാഭാവികമായും വെള്ളം ഓവർഫ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മുൻകൂട്ടി കാണേണ്ട ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർമാരും അതിൻ്റെ അധികൃതരുമായ ആളുകൾ വളരെ നിസ്സംഗമായൊരു സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഈ പള്ളി സംരക്ഷിക്കപ്പെടാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട്. റോഡ് പണി ഇവിടെ നടക്കട്ടെ, തുരങ്കപാത നടക്കട്ടെ, അതൊക്കെ നാടിൻ്റെ വികസനത്തിന് അനിവാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു പൊതുസ്ഥാപനം എന്ന നിലയ്ക്ക് ധാരാളം യാത്രക്കാരായ ആളുകൾ ആരാധന നിർവഹിക്കുന്ന, നിസ്കരിക്കാൻ വരുന്ന ഒരു പള്ളി എന്ന നിലയ്ക്ക് അതിനാവശ്യമായ മുൻകരുതൽ എടുത്തുകൊണ്ടായിരുന്നു ഈ പുഴയുടെ തീരത്ത് ഈ പള്ളിയുടെ വർക്ക് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. പാലത്തിൻ്റെ പണി തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഇക്കാര്യം അറിയിക്കുകയും ആ കാര്യം അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്താണ്. ഇത് അപകടത്തിലേക്ക് പോകും. ആ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇന്നലെ മഴ പെയ്തപ്പോൾ പള്ളി മുഴുവനും പള്ളിയിലേക്ക് വെള്ളം അരച്ചു കയറുന്ന വിധത്തിലുള്ള കാര്യമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അടിയന്തരമായി സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട്. മന്ത്രി ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ പള്ളി സുരക്ഷിതമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങോട്ട്